സംസ്ഥാനത്തെ ഹോട്ടലുകൾ നാളെ അടച്ചിടും. പാചകവാതക വില ഉയർത്തിയതിൽ പ്രതിഷേധിച്ചാണ് നീക്കം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസിന് മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും പ്രതിഷേധ ധർണയും മാർച്ചും നടത്തും. 24 മണിക്കൂർ പണിമുടക്കാണ് കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാണിജ്യ പാചകവാത വിലക്കയറ്റത്തിനെതിരെയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ കടയടപ്പ് സമരമുള്ളത്. 1000 രൂപ ഒറ്റയടിക്ക് വില വർദ്ധിപ്പിച്ച നടപടി ശരിക്കും ഹോട്ടൽ മേഖലയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ വിലക്കയറ്റം കാരണം പല സ്ഥാപനങ്ങളും നഷ്ടത്തിലായിരിക്കുകയാണ്. ചില ഹോട്ടലുകൾ ഇതിനകം തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും 10,000-കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. ആയതിനാൽ തന്നെ ഹോട്ടലുകൾ അടച്ചാൽ ഇവരുടെ ഉപജീവനം അപകടത്തിലാകും. നാളെ ഹോട്ടലുകൾ അടച്ചാൽ അത് സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കും. പ്രത്യേകിച്ച് ആശുപത്രികൾക്ക് സമീപമുള്ള ഭക്ഷണശാലകൾ അടയ്ക്കുന്നതോടെ രോഗികളും കൂട്ടിരിപ്പുകാർക്കും ആശങ്ക ഉയരുകയാണ്. ഈ സാഹചര്യം തുടർന്നാൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും. അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നാണ് ഹോട്ടലുടമകൾ പറയുന്നത്. വൈദ്യുതി ചാർജ് വർധനയും മേഖലയെ ബാധിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വിലക്കയറ്റത്തിനെതിരെ സർക്കാർ ഇടപെടലിനായി കാത്തിരിക്കുകയാണെന്നും തീരുമാനം വൈകിയാൽ സമരം ശക്തമാക്കുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കുന്നു. പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് മൊത്തം പെട്രോളിയം കമ്പനികളുടെ ഓഫീസിനു മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. ദിവസവും ഹോട്ടലുകളെ ആശ്രയിക്കുന്ന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ഹോസ്റ്റലിൽ താമസിക്കുന്നവരെയുമാണ് ഇത് കൂടുതൽ ബാധിക്കുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.